ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റംസാൻസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി ഒരു സ്വീറ്റ് റെസിപ്പിയാണ് മിൽക്കി കുസേക്ക പുഡിംഗ്. പേര് കേട്ട ആരും പേടിക്കേണ്ട. കുനാഫയും സേമിയയും ക്യാരറ്റിൻ്റെയും കൂടെ ക്രീമും കൂടെ ചേർന്ന ഒരു അടിപൊളി ഒരു സ്വീറ്റ് പുഡിംഗാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണം കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം നമുക്ക് കുനാഫയുടെ ഡോ റെഡിയാക്കണം. അതിനായിട്ട് നമുക്കൊരു ബൗളെടുത്ത് അതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദാമാവ് ചേർക്കാം. ഇനി നമുക്കതിലേക്ക് 1/2 കപ്പ് കോൺഫ്ലോർ ചേർക്കാം. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. സാധാ പച്ചവെള്ളം എടുത്താൽ മതി. ഇനി അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയില്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാൻ നല്ലതുപോലെ ഇതേപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റാം. ഇനി ചെറിയ ഹോളിട്ടിട്ട് ചൂടായ പാനിൽ ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇത് വേഗം തന്നെ കുക്കായിക്കോളും. ഇതേപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. അപ്പം ഞാൻ എല്ലാം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 1/2 മണിക്കൂർ ഫ്രീസറിൽ വയ്ക്കാം. ഇനി നമുക്ക് ക്യാരറ്റിൻ്റെ മിക്സ് റെഡിയാക്കാം. അതിനായിട്ട് നമുക്കൊരു പാൻ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർക്കാം. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നല്ല അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ഈ പാലൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഈ ക്യാരറ്റൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് കുക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് സേമിയ മിക്സ് റെഡിയാക്കാൻ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് നമുക്ക് സേമിയ ഇട്ട് ഇതേപോലെ വറുത്തെടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് വേണം നമ്മളിതൊക്കെ ചേർക്കാൻ. കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കും പഞ്ചസാരയൊക്കെ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചെറിയ തീയിലിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ സേമിയ മിക്സും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം റെഡിയാക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ മൈദ മാവ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി അത് കട്ടയില്ലാതൊന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. കട്ടയില്ലാതെ ഞാൻ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ചെറിയ തീയിലിട്ടതൊന്ന് കുറുക്കിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. പഞ്ചസാരയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചേർക്കേണ്ടത്. ഇനി നമുക്കതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പിസ്താഡ് എസൻസ് ആണ് ചേർത്തത്. അപ്പം ഞാനിവിടെ ക്രീം കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാനൊരു ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഈ കുനാഫയുടെ ഡോ ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ നമ്മുടെ സേമിയയുടെ മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ക്രീമും കൂടെ ഒഴിച്ചു കൊടുക്കാം. ക്യാരറ്റ് മിക്സ് വെച്ച് കൊടുക്കാം.
ഇനി അതിൻ്റെ മുകളിൽ ക്രീം പിന്നെ ഒഴിച്ച് കൊടുക്കാം. കുനാഫയുടെ ഡോ വെച്ച് കൊടുക്കാം. ലാസ്റ്റ് കുറച്ച് സേമിയയുടെ മിക്സും കൂടെ മുകളിലിട്ട് നമുക്കിതൊന്ന് 15 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. ചൂടോടെ വേണമെങ്കിലും കഴിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാനിവിടെ 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.